ഞാൻ SFIയുടെ ഭാരവാഹിത്വത്തിലും വരുന്നതിലും മുമ്പ് നിങ്ങളാരെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് മാനേജറായിരുന്നു. അപ്പോൾ നമ്മൾ ഹൈക്കോർട്ടിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിൽക്കുമ്പോൾ പോലീസിൽ നിന്ന് തന്നെ നമുക്ക് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പരസ്പര കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്. പോലീസിൽ നിന്ന് തന്നെ നമ്മളോട് പറഞ്ഞു കുറച്ചൊന്ന് മാറി നിന്നാൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, നേരെ മുമ്പിൽ പോയി നെഞ്ചു വിരിച്ച് നിൽക്കുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയിലാണ്. അപ്പോൾ നമ്മൾ പത്രത്തിലൊരു ചെറിയ കോളം വാർത്ത പ്രയാഗ്രാജ് കുംഭമേള തുടങ്ങുന്നു. സ്വാമിജിക്ക് കുംഭമേളയായിട്ടുള്ള ഒരു റിലേഷൻ എന്താണ്? ഇവിടെ നിന്ന് മാറി നിൽക്കാനാണ് ആദ്യം കുംഭമേളയിൽ പോയത്? അന്ന് 2001 നമ്മളിവിടെ ഒരുപാട് ഒരു സമര കാലഘട്ടമാണ്. അപ്പോൾ സമര കാലഘട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ പേരിൽ ഒരുപാട് കേസുകൾ ചാർജ് ചെയ്യും. കേസുകളെല്ലാം നോൺ ബെയിലബിൾ കേസുകളായിരിക്കും. ഇപ്പോൾ ഈ നോൺ ബെയിലബിൾ കേസുകൾ വരുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം 5-6 മാസം നമ്മളെ ജയിലിലേക്ക് ഇടാം. കാരണം ഒരു കേസ് കൊടുത്ത് അതിന് ജാമ്യം കിട്ടി വരുമ്പോൾ അടുത്ത കേസ് കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് പോവുക. അപ്പോൾ നമ്മൾ ഹൈക്കോർട്ടിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിൽക്കുമ്പോൾ പോലീസിൽ നിന്ന് തന്നെ നമുക്ക് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പരസ്പര കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്. പോലീസിൽ നിന്ന് തന്നെ നമ്മളോട് പറഞ്ഞു കുറച്ചൊന്ന് മാറി നിന്നാൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവരൊക്കെ എവിടെയൊക്കെയാണെന്ന് ഓടിപ്പിടിച്ചിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കണം. അങ്ങനെ നമ്മളെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഒന്ന് മാറി നിൽക്കാൻ, ആ സമര സാഹചര്യത്തിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ വെച്ചു. എല്ലാവരും അടുത്തുള്ള ബന്ധുക്കളുടെ വീടുകളിലോ മറ്റുള്ളതോ അങ്ങനെയുള്ള രീതിയിലൊക്കെ നോക്കുമ്പോൾ അത് പഴയ കാലത്തെ പോലെ ഒരു ഒളിവിൽ പോലൊന്നും അല്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ലൊക്കേഷൻ ട്രേസിംഗ് ഇല്ല എന്നുള്ളത് മാത്രം. എന്നാലും ഒരു മര്യാദ, നേരെ മുമ്പിൽ പോയി നെഞ്ചു വിരിച്ച് നിൽക്കുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയിലാണ്. അപ്പോൾ നമ്മൾ പത്രത്തിലൊരു ചെറിയ കോളം വാർത്ത പ്രയാഗ്രാജ് കുംഭമേള തുടങ്ങുന്നു. അപ്പം എന്താ അതൊന്നും അറിയാമെന്ന് കരുതി അങ്ങോട്ട് പോയി. ആ സമയത്ത് പത്രപ്രവർത്തകനായിരുന്നു? അല്ല, ഞാൻ SFI ഭാരവാഹിയായിരുന്നു. പിന്നീട് അതിനുശേഷം തിരിച്ചു 10 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഓക്കെ. അതിനുശേഷം പത്രപ്രവർത്തകനായി. പിന്നെ ഒരു കഥ കേട്ടത് കുംഭമേള റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് അവിടെ തന്നെ സ്റ്റേ ചെയ്തു, പിന്നെ ദീക്ഷ സ്വീകരിച്ചു എന്നൊക്കെ. ഇല്ല, കുംഭമേള റിപ്പോർട്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല. അല്ല, ഈ ആദ്യത്തെ തവണ പോയപ്പോൾ അതിൻ്റെ അനുഭവം ഒന്ന് പറയാമോ? നമ്മളൊരു രാത്രിയാണ് ഞാൻ അവിടെ ചെന്നിറങ്ങുന്നത് പ്രയാഗ്രാജ് കുംഭമേളയിൽ. നമ്മളാകെ കാണുന്നത് മുഴുവൻ ലൈറ്റുകളാണ്, പിന്നെ ഒരുപാട് ശിബിരങ്ങൾ. അപ്പോൾ ആ ശിബിരങ്ങളിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിവിടെ കാണുന്ന കലാപരിപാടികൾ പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ശിബിരങ്ങളൊക്കെ നമുക്ക് പരിചയമില്ലാത്തവർക്കും കയറി താമസിക്കാമെന്നൊന്നും അന്നറിയില്ല. അതൊക്കെ അവർക്കായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലല്ലോ. പക്ഷേ എല്ലായിടത്തും വിളിച്ച് ഭക്ഷണം തരുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് കുറേ പേര് ഒരു ക്യൂ നിൽക്കുന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഈ അവിടെ വൈക്കോലിൻ്റെ കെട്ട് പോലെ അവിടുത്തെ പുല്ലിൻ്റെ കെട്ടുണ്ട്. അപ്പോൾ 2 കെട്ട് പുല്ലും ഒരു ചാണകവിരൽ ഇങ്ങനെ നടുക്ക് കൂടെ ഒരു ഓലയിൽ കോർത്തിട്ടിട്ട്, ഓലയല്ല ഒരു ചരടിൽ കോർത്ത് കെട്ടിയിട്ടുണ്ടാവും. അത് 2 കെട്ടും കൂടിയിട്ട് വാങ്ങിച്ചിട്ട് ഓരോരുത്തർ പോവുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കുമ്പോൾ അവർ ഗംഗയിൽ ആ മണൽപ്പരപ്പിൽ ഒഴിഞ്ഞുള്ള സ്ഥലത്തൊക്കെ ഈ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി പുല്ല് വിരിച്ച് അതിൻ്റെ മീതെ അവരൊരു വിരി വിരിച്ച് ഈ ചാണകവിരലി കൂട്ടിയിട്ട് പുകച്ച്, ചൂടിന് വേണ്ടിയിട്ട് പുകച്ച് അവരവിടെ കിടക്കുകയാണ്. അപ്പോൾ അന്ന് 5 രൂപയാണ് ഈ കെട്ട് പുല്ലിനും ചാണകവിരലിക്കും. നമ്മളും അവിടെ നിന്ന് 5 രൂപ കൊടുത്ത് ഇത് വാങ്ങിച്ച് ഒരു 5-6 ദിവസം അങ്ങനെ അവിടെ ജീവിച്ച് രാവിലെ പുഴയിൽ കുളിച്ച് ഭക്ഷണം എല്ലാ സ്ഥലത്തു നിന്നും ഭക്ഷണം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 4-5 ദിവസം അവിടെ തങ്ങി. ഒന്നും മനസ്സിലായിട്ടില്ല. 5 ദിവസം തങ്ങിയിട്ടും ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ നടക്കുന്നു എന്നല്ലാതെ എന്താണ് കുംഭമേള എന്നോ എന്താണ് കാര്യങ്ങളെന്നോ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ 5-6 ദിവസം അവിടെ നിന്നിട്ട് തിരിച്ചു പോരുകയുണ്ടായി. പിന്നെ എപ്പോഴാണ് ഒരു അവേക്കനിങ് ഉണ്ടായത്, ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇങ്ങനെയുള്ള യാത്രകളും പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടിങ്ങുകളും ഒരു കാലഘട്ടം അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു 2005 തൊട്ട് എന്ന് പറയാം. 2003, 2004 ആ ഒരു സമയമൊക്കെ തൊട്ട് എന്ന് പറയാം. കാരണം താങ്കളുടെ കൂടെ SFI തന്നെ ഉണ്ടായിരുന്ന ചില ആളുകൾ ആ സമയത്തും താങ്കൾക്ക് ഭയങ്കര ഒരു സ്പിരിച്വൽ എൻക്വയറി അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ എൻക്വയറി എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നാണ് പഴയ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്. അവരോട് തന്നെ ചോദിക്കണം. ആ അവേക്കനിങ് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, അതിന്റെ കാരണവും ആ ഒരു പ്രോസസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. കാരണം നമ്മൾ അത്തരത്തിലുള്ള ആരെങ്കിലും ഗുരുക്കന്മാരെ കാണുകയോ അതിൻ്റെ ഒരുപാട് പേര്, ഒരാളല്ല ഒരുപാട് പേര്, ഇപ്പോൾ കാശികാനന്ദഗിരി സ്വാമിജി അങ്ങനെ ഒരുപാട് പേര് അവർ നമ്മളുടെ കൂടെ വരും. അപ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള ഈ കാര്യങ്ങളാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തിലും ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ഗീതയിൽ എല്ലാവരും പറയുന്ന ഇതിൻ്റെ ഒരു കാര്യമാണ്. അപ്പം അതിനെ നമുക്ക് ആചാര്യന്മാർ വിശദീകരിച്ച് തന്നത് വർണ്ണ്യം എന്ന് പറയുന്നത് വർണ്ണിക്കപ്പെടുന്നത് എന്നാണ്. ഈ വർണ്ണിക്കപ്പെടുന്നതനുസരിച്ചിട്ട് ആണ് ലോകത്തെ മുഴുവൻ നമ്മൾ മനസ്സിലാക്കുന്നത്. 4 വിധത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടാണ് ഈ ലോകത്തെ മുഴുവൻ നമ്മൾ അറിയുന്നത്. കണ്ടിട്ട്, കേട്ടിട്ട്, തൊട്ടിട്ട്, മണത്തിട്ട്. അപ്പോൾ നാക്കും തൊക്കും തൊട്ടിട്ട് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ അതിനെ ഒന്നായിട്ട് പറയും. അപ്പോൾ അങ്ങനെ വർണ്ണിക്കപ്പെടുന്നതെല്ലാം ഞാൻ സൃഷ്ടിച്ചതാണ്. പക്ഷേ ആ വർണ്ണിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന അനുഭവത്തിൽ എനിക്ക് പങ്കില്ല.
അത് നമ്മുടെ ഒരു വാസന കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ബൾബിൻ്റെ മുമ്പിൽ ഒരു വർണ്ണക്കടലാസ് ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ആ വർണ്ണക്കടലാസിൻ്റെ നിറമായിരിക്കും വെളിച്ചമായിട്ട് കാണുന്നത്. പക്ഷേ ആ വെളിച്ചം ഉണ്ടാക്കിയത് വർണ്ണക്കടലാസാണ്, ബൾബല്ല. ആ പ്രകാശമാണ് ഈ മയാസൃഷ്ടം എന്ന് പറയുന്ന ഭഗവത് ചൈതന്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ വാസനകളാണ് ഈ വർണ്ണക്കടലാസ്. ആ ബൾബിൽ നിന്നുള്ള പ്രകാശം ഇതിലൂടെ കടന്നു വന്നിട്ട് നമ്മൾ കാണുന്നതാണ് ഈ വെളിച്ചം. അപ്പോൾ വർണ്ണിക്കപ്പെട്ട് നമ്മളെന്താണോ മനസ്സിലാക്കുന്നത്, ആ വർണ്ണിക്കപ്പെടുന്ന വസ്തു ഈ ഭഗവത് ചൈതന്യത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ആ അറിവ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അതാണ് അതിൻ്റെ കർത്താവും അകർത്താവും ഞാനാണെന്ന് പറയുന്നത്. ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ കൂടുതലും വൈശ്യ, ശൂദ്ര, ബ്രാഹ്മണ അതാണ്. അല്ല, അങ്ങനെയാണ് നമ്മൾ പ്രസംഗിച്ചിരുന്നതൊക്കെ. അതുപോലെ അപ്പോൾ ആ ഓരോ, അതായത് ഒരു ഗ്രന്ഥത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്, അത് ആചാര്യന്മാർ പറഞ്ഞു തന്നെ അധികാരി സംബന്ധ വിഷയ പ്രയോജനങ്ങൾ കൊണ്ടാണ്. ഒരു ഗ്രന്ഥം പഠിക്കുമ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ അധികാരി ആരാണ്, അത് ആദ്യത്തെ വർഷം. ഇത് വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണെങ്കിൽ വൈദ്യനാണ് അധികാരി. അപ്പോൾ വൈദ്യശാസ്ത്ര ഗ്രന്ഥം ആശാരി വായിച്ചാൽ അതിൻ്റെ ടെർമിനോളജികളിൽ അതിലർത്ഥം തേടിയാൽ മനസ്സിലാവില്ല, അർത്ഥം തെറ്റും. അപ്പോൾ അധികാരി, വിഷയം എന്ത് വിഷയത്തിലാണ് അത് പറയുന്നത്, അത് എന്തുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു, അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ 4 കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഗ്രന്ഥത്തെ സമീപിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സമീപിച്ചുകൊണ്ടാണ് നമ്മളൊരിതിൻ്റെ അർത്ഥനിർദ്ധാരണം ചെയ്യേണ്ടത്. ഇപ്പോൾ ഹരി എന്നുള്ള ശബ്ദത്തിന് വിഷ്ണു എന്നും അർത്ഥമുണ്ട്, കുരങ്ങൻ എന്നും അർത്ഥമുണ്ട്. ഇപ്പോൾ കുരങ്ങൻ എന്ന അർത്ഥമുള്ളിടത്ത് വിഷ്ണു എന്നും വായിക്കരുത്, വിഷ്ണു എന്ന അർത്ഥമുള്ളിടത്ത് കുരങ്ങെന്നും വായിക്കരുത്. ഈ ജൂന അഖാഡയിലോട്ടുള്ള ആ എൻട്രി എങ്ങനെയായിരുന്നു? പിന്നെ എങ്ങനെയാണ് ഇതൊരു ഫങ്ഷനിങ് എങ്ങനെയാണ് ഇപ്പോൾ? അതായത് അഖാഡകൾ എന്ന് പറയുന്നത് ഭാരതത്തിൽ രണ്ട് തരത്തിലുള്ള സന്യാസി പാരമ്പര്യങ്ങളാണുള്ളത്. ഒന്ന് മഠങ്ങളിലൂടെയുള്ള സന്യാസി പാരമ്പര്യം, മറ്റൊന്ന് അഖാഡകളിലൂടെയുള്ള സന്യാസി പാരമ്പര്യം. ഇന്നത്തെ കാലത്ത് ഒരുവിധം എല്ലാ ആശ്രമങ്ങളും ഏതെങ്കിലും ഒരു അഖാഡയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ രാമകൃഷ്ണ മഠം നിരഞ്ജിനി അഖാഡയായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം അവരുടെ ദീക്ഷാക്രമം നിരഞ്ജിനി അഖാഡയിലെ മഹന്തായിരുന്ന തോതാപുരി മഹാരാജിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാണ് അമൃതാനന്ദമയി മഠത്തിലെ ദീക്ഷ. അമൃതാനന്ദമയി മഠവും നിരഞ്ജിനി അഖാഡയായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയാം. ഇവർക്കും ആർക്കും അങ്ങനെയുള്ളൊരു ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവ് പോലും ഇല്ലെങ്കിലും. പക്ഷേ മഠങ്ങളിലെ സന്യാസം എന്ന് പറയുന്നത് ശാസ്ത്രപന്ഥികളാണ്, ജ്ഞാനപന്ഥികളുമാണ്, ശാസ്ത്രധാരികളുമാണ്. അഖാഡകളിലെ സന്യാസിമാർ ശസ്ത്രധാരികളാണ്, സാധനാപന്ഥികളാണ്. ഇപ്പോൾ സന്യാസത്തിൻ്റെ ജ്ഞാനമാർഗത്തിൽ വിളക്കുകൊളുത്തിൽ പോലും ഇല്ല. കാരണം അറിവിൻ്റെ തലത്തിൽ മാത്രമാണ് അവർ ഗൃഹസ്ഥൻ്റെ അഗ്നികളെ മുഴുവൻ ഉള്ളിലേക്ക് എടുത്ത് ഭസ്മമായി ശരീരം തീർന്നതാണ്. പിന്നെ നാമജപമോ വിളക്കുകൊളുത്തലോ ഒന്നും ജ്ഞാനപന്ഥികളായ സന്യാസിമാർക്കില്ല. അതേസമയം അഖാഡയെ സംബന്ധിച്ചിടത്തോളം ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യണം എന്നുവരെയുള്ള കർമ്മം ഉള്ളതുകൊണ്ട് ദേവതയെ വിടുന്നില്ല. അതുകൊണ്ട് സാധനാപന്ഥികളാണ്, ശസ്ത്രധാരികളാണ് അഖാഡയുടെ ജൂന അഖാഡയുടെ പരമദേവത ഗുരുദത്താത്രേയനാണ്. പിന്നെ അത് 52 മഠികളായി തിരിഞ്ഞിട്ടുള്ളൊരു സംവിധാനമാണ്. ഓരോ മഠികൾക്കും മഠിയുടേതായ ദേവത, ആ മഠികളിലെ ആചാര്യന്മാർക്ക് ആചാര്യന്മാരുടേതായ ദേവത, ഓരോ സാധകർക്കും ഓരോ സന്യാസിക്കും സന്യാസിയുടെ വ്യക്തിഗതമായിട്ടുള്ള ഉപാസനാ ദേവത, അങ്ങനെ ഒരുപാട് ദേവതകളുണ്ടാവും. ജൂന അഖാഡയുടെ പ്രധാനപ്പെട്ട ദേവത ഗുരുദത്താത്രേയനാണ്. അഖാഡയെ സംബന്ധിച്ചിടത്തോളം ദീക്ഷയുടെ പരമഗുരു ദത്താത്രേയനാണ്. ഞങ്ങളെല്ലാവരും ദത്താത്രേയൻ്റെ ശിഷ്യന്മാരാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സന്യാസം തരുന്ന ഒരു ആചാര്യനുണ്ടാവും, അത് വിട്ടിട്ട് അതെല്ലാം ആ ഇതിലാണ്. ഞാൻ അഖാഡയിൽ നിന്ന് 100 വർഷം മുമ്പ് സന്യാസം സ്വീകരിച്ച് കേരളത്തിൽ വന്ന കൊട്ടാരക്കര അവധൂതാശ്രമത്തിൻ്റെ പരമ്പരയിലാണ് ഞാൻ ദീക്ഷ എടുക്കുന്നത്, ചിദാനന്ദഭാരതി എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ മഹാത്മാവിൽ നിന്ന്. അപ്പോൾ അത് ആ ചടങ്ങിന് ദീക്ഷാഗുരു ഉണ്ടെങ്കിലും പരമ്പരയായിട്ട് മാനിക്കുക ഭഗവാന്റെ ശിഷ്യരായിട്ട് എന്നുള്ള നിലയിലാണ്. അപ്പോൾ അഖാഡയിലേക്ക് നമ്മൾ കുംഭമേളകളിൽ വരുമ്പോൾ, കുംഭമേളകളിലാണ് എല്ലാവരുടെയും ഒരു സംഗമം ഉണ്ടാവുക, ആചാര്യന്മാരുടെയും സന്യാസിമാരുടെയും ഒക്കെ. അപ്പോൾ ഈ 2001 ആദ്യത്തെ കുംഭമേള അനുഭവം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനും കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു വലിയ ഭാരതം മുഴുവൻ നമുക്കവിടെ കാണാം. ഭിന്നമായിട്ടുള്ള ഭാഷ, ഭിന്നമായിട്ടുള്ള ഭക്ഷണം, ഭിന്നമായിട്ടുള്ള ആചരണ രീതികളെല്ലാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. പിന്നെ തുടർന്നുള്ള എല്ലാ കുംഭമേളകളിലും നമ്മൾ പങ്കെടുക്കേണ്ടായി. കുറച്ചൊരു രാജസപ്രകൃതം നമുക്കുള്ളത് കൊണ്ട് അതുമായി ചേരുന്ന അഖാഡകൾ എന്നുള്ള സന്യാസ സംവിധാനത്തിൻ്റെ
ഭാഗമാകാൻ തീരുമാനിച്ചു. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ സ്വാമിജി ഇപ്പൊ ചെയ്ത അവിടെ ഏതെങ്കിലും ഒരു ഗുരുവിടെ കൂടെ കൂടി അഖാഡകളിൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുംഭമേളകളിൽ അല്ലെങ്കിൽ കുംഭമേളകളല്ലാതെയും ഗുരുക്കന്മാരുടെ കൂടെ സഞ്ചരിച്ച് അതിൻ്റെ നിയമങ്ങളും നിഷ്ഠകളും ഒക്കെ പരിശീലിപ്പിക്കപ്പെട്ട് അതൊരു ഘട്ടം എത്തുമ്പോൾ അതിൻ്റെ ആദ്യഘട്ട ദീക്ഷയിലേക്ക് രണ്ടാം ഘട്ട ദീക്ഷയിലേക്ക് അങ്ങനെ സെലക്ഷൻ പ്രോസസ്സ് പോലെ. അതെ അതെ അതെ. സന്യസിക്കണം എന്ന് തോന്നിയത് എന്താണ്? അഖാഡകളുമായിട്ട് ബന്ധമുള്ളപ്പോഴും മഠമായിട്ട് ബന്ധമുള്ളപ്പോഴും പലരും ഉണ്ടല്ലോ, അവർ സന്യസിച്ചിട്ടില്ല, പലരും സ്വാമിജിക്ക് എന്താ സന്യസിക്കണം എന്ന് തോന്നിയത്? ദിസ് ഇസ് ലൈക്ക് ദി എക്സ്ട്രീം ഓഫ് യു നോ വാട്ട് യു വെയർ ബിഫോർ. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് തോന്നിയത് എന്താണ്? ആ മൊമെന്റ് എപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? അല്ല, അതും ഈ സ്വാഭാവികമായിട്ട്, കാരണം നമ്മൾ അഖാഡയുടെ കാര്യക്രമങ്ങളിൽ കൂടുതൽ ബന്ധപ്പെടുന്നു, ആശ്രമങ്ങളുടെ കാര്യക്രമങ്ങളിലും പൊതുവുള്ള ആശ്രമങ്ങളുടെ കാര്യക്രമങ്ങളിലും കൂടുതൽ ബന്ധപ്പെടുന്നു. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു താല്പര്യം കൊണ്ട് അതിൻ്റെ പഠനങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുന്നു. അങ്ങനെ ക്രമാനുഗതമായിട്ട് നമ്മൾ അതിലേക്ക്, അപ്പോൾ അതിനകത്ത് അങ്ങനെ ആ ഒരു പഠനത്തിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് വേറൊരു ഫിലോസഫിയിൽ നിന്ന് ഇതിലോട്ട് വരികയാണ്, അപ്പോൾ ആ ഫിലോസഫി ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് തോന്നിയിട്ടുണ്ടോ? ഞാൻ SFIയുടെ ഭാരവാഹിത്വത്തിലും വരുന്നതിലും മുമ്പ് നിങ്ങളാരെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് മാനേജറായിരുന്നു. ശ്രീചന്ദ്രൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഴുവൻ നടന്നിരുന്നൊരു കാര്യത്തിൻ്റെ. അപ്പം നമുക്കൊരു കാര്യം അത് യുക്തിപരമായിട്ട് അതിനോട് ചേരുക എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലാണ് നമ്മളതിൻ്റെ ഭാഗമാകുന്നത്. അത് യാതൊരു കൺഫ്യൂഷനുകളും ഇല്ലാതെയാണ്, യാതൊരു സംഘർഷങ്ങളും ഇല്ലാതെയാണ്. SFIയിൽ എന്തെങ്കിലും ചുമതല ഉണ്ടായിരുന്നു? ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു, തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ്. ഈ തിരുവല്ലാമലയിൽ ഐവർമഠത്തിൽ കുറച്ച് നാളുണ്ടായിരുന്നോ? കുറച്ച് നാളല്ല, ഞാനിപ്പോഴും കേരളത്തിൽ വന്നാൽ ഈ വടക്കൻ കേരളത്തിലൊക്കെ ആണെങ്കിൽ നിൽക്കുന്ന ഒരു സ്ഥലം ഐവർമഠമാണ്. അവിടുത്തെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ശ്മശാന ഒരു അന്തരീക്ഷമൊക്കെ ഉള്ള ഒരു ശ്മശാനമാണ്. അതെ അതെ. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുമോ? എനിക്ക് തോന്നുന്നു ഡോക്യുമെന്ററി പോലെ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, അന്ന് കാശിയിലെ മണികർണിക പോലെ ദക്ഷിണ ഭാരതത്തിലുള്ള ശ്മശാനമാണ്. ശ്മശാന കാളിയാണ് അവിടുത്തെ ദേവത. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ടേ വീട്ടിൽ കയറാൻ പാടുള്ളൂ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്വാമി അവിടെ ജീവിച്ചൊരു വ്യക്തിയാണ്, അപ്പം ഇതുപോലെയുള്ള വിശ്വാസങ്ങളെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം എനർജി തലത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള അവർ അസുഖങ്ങളുണ്ടാവും. ഇപ്പോൾ ഇന്നൊക്കെയാണ് മറ്റേ ഫ്രീസറിൽ വയ്ക്കുന്നതൊക്കെ, പഴയ കാലത്ത് അങ്ങനെ ഫ്രീസറിൽ വയ്ക്കാൻ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതിൽ നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ, മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു തരത്തിൽ ഇത്തരത്തിലുള്ള ആരോഗ്യ കാര്യങ്ങളുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. കോവിഡ് സമയത്ത് നിങ്ങൾ പുറത്തു പോയി വന്നാൽ എല്ലാ ഡ്രസ്സും ഒക്കെ പുറത്തഴിച്ചിട്ടിട്ട് കുളിച്ചിട്ട് വേണം അകത്തേക്ക് കയറാമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് മരണ വീട്ടുകളിലോ മറ്റുള്ള കാര്യങ്ങളിലോ ചെല്ലുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം കൊണ്ടാവാം ആ മരിച്ച വ്യക്തി മരണപ്പെട്ടത്, അതിൻ്റെ ചില അസുഖങ്ങൾ ചുറ്റുമുള്ള ആളുകൾക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ തന്നെ അവിടെയുള്ള ഒരു ആൾക്കൂട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് പ്രാഥമികമായിട്ട് നമ്മൾ അതിനങ്ങനെ. സയൻസ് ആണെന്നാണോ പറയുന്നത്? എല്ലാം സയൻസാണ്. നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ തല കുളിക്കണം എന്ന് പറയുന്നത് ഒരു സയൻസാണ്. ഇതെങ്ങനെ വിശ്വാസമായിട്ട് കണക്ഷൻ വരുന്നത്? ഇപ്പൊ ഈ മരിച്ച വീട്ടിൽ നിന്ന് വരുന്നത് ഒരു വിശ്വാസമായിട്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കാണുന്നത്. ഇവർക്ക് ഇതിന്റെ സയന്റിഫിക് വശങ്ങൾ അറിയില്ല. അപ്പോൾ അതെങ്ങനെ വിശ്വാസമായിട്ട് അതെങ്ങനെ കണക്ഷൻ വരുന്നത്? അല്ല, അതായത് വിശ്വാസമല്ല, ഇത് ആചരണമാണ്. അതായത് പഴയ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുണ്ടാകാൻ, ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള നിഷ്ഠയുണ്ടാക്കി. ഭക്ഷണം ഉണ്ടാക്കിയാൽ 3 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. ഗതയാമം പുനർത്തപ്തം, രണ്ടാമത് ചൂടാക്കി കഴിക്കരുത്. ഉണ്ടാക്കി 3 മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കരുത്. ഇങ്ങനെയുള്ള രീതിയിലുള്ള ഇതുണ്ടാക്കി. അതെല്ലാം ആചരണമാണ്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാൽ അങ്ങനെ കഴിക്കാൻ പറ്റൂ, കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ ചെല്ലാൻ പറ്റൂ. കാരണം ഏറ്റവും ശുദ്ധമായുള്ള ആചരണം അവിടെ വേണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം അശുദ്ധമായിട്ടുള്ള ആചരണം ഉണ്ടായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശീലമായിട്ട് വരും. അപ്പം അതുപോലെ എല്ലാ ആചരണങ്ങളും, ഭാരതീയമായിട്ടുള്ള എല്ലാ ആചരണങ്ങളും നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തെ മുൻനിർത്തിയും നിങ്ങളെ അടുത്ത ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചുള്ളതുമാണ്.
സ്വാമിജി ഈ കമ്മ്യൂണിസമായിട്ടൊരു ഡിസൊല്യൂഷൻമെൻറ്റ് തോന്നി എന്ന് പറഞ്ഞല്ലോ, ഒരു ഡിസ്കണക്റ്റ് തോന്നി, അതിൻ്റെ കാരണം എന്താണെന്നൊന്ന് പറയാമോ? ആ ഒരു ഫിലോസഫിക്കലി യു ഫെൽ ഡിസ്കണക്റ്റഡ് ഫ്രം ദാറ്റ്, അങ്ങനെയാണ് ഇതിലേക്ക് പ്രയാണം എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടവും അതിൻ്റെ പുറകിലത്തെ ആ വികാരം അല്ല, രണ്ടും ഏതാണ്ട് ഒരേപോലെയാണ്. നമ്മൾ ഭാരതീയമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള പന്ഥാവിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങിച്ചെല്ലും തോറും നേരെ വിപരീതമായിട്ട് നിൽക്കുന്ന നമ്മൾ നിന്നിരുന്ന കാര്യങ്ങളുമായിട്ട് എപ്പോഴും അത് ചേർത്ത് വിപരീതമാണോ? ബിക്കോസ് അവിടെയും പറയുന്നത് ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇവിടെ പറയുന്നതും ആത്മനോ മോക്ഷാർത്ഥം, ഇവിടെ ജഗദ്ഹിതായച്ച, എല്ലാം അത് രണ്ടും ഏതോ ഒരു തലത്തിൽ ഒരുമിക്കുന്നില്ലേ? ഒരു തലത്തിലും ഒരുമിക്കുന്നില്ല. കാരണം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സെമറ്റിക് മതം കരുതുന്നത് നശിപ്പിച്ചുകൊണ്ട് നേടാം എന്നാണ്, ഇവിടെ നിലനിർത്തിക്കൊണ്ട് നേടാം എന്നാണ്. കെട്ട് മുറിക്കുന്നതും കെട്ടഴിക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് വേണമെങ്കിൽ ലളിതമായിട്ട് പറയാം.